യുവവാണി. രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാക്മോ എന്ന സ്റ്റാർട്ടപ്പിനെ അറിയാം. ബാക്മോ സ്ഥാപകൻ അനസ് ഡി സംസാരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരം വളർന്നു വരുന്നതും അതതിൻ്റെ ശൈശവ ദിശയിൽ നിന്നും മാറി അല്ലെങ്കിൽ നല്ല നല്ല കമ്പനികൾ ഉണ്ടായി വരുന്ന ഒരു മുതിർന്ന സ്റ്റേജിലേക്ക് എത്തിയതും നമ്മൾ പലർക്കും ഇപ്പോഴും അജ്ഞാതമായിരിക്കും. കാരണം ഇവിടെയുള്ള പല സ്റ്റാർട്ടപ്പുകളുടെയും പിറകിലുള്ള കഥ, അവരെന്തൊക്കെയാണ് ഇവിടെ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നത് എന്നൊക്കെ ഇപ്പോഴും പൊതുജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ സമൂഹത്തിൽ ശ്രദ്ധേയമായ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരു കാര്യം കണ്ടെത്തിയ ബാക്മോ എന്ന സ്റ്റാർട്ടപ്പിനെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ബാക്മോ സ്റ്റാർട്ടപ്പിൻ്റെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ CTO ആയ ഡി അനസ് ആണ് ഇന്ന് നമ്മോടൊപ്പം യുവവാണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് ബാക്മോ എന്താണെന്നും അവർ എന്താണ് മാറ്റങ്ങൾ വരുത്തുന്നതെന്നും അറിയാം. അനസ്, സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഹെൽത്ത് ടെക്കിലാണ് അനസിൻ്റെ ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഈ ബ്ലഡ് ബാങ്കിൽ രക്തദാനം മഹാദാനം നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മൾ രക്തദാനത്തിനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പോളിത്തീൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെയുള്ള എന്തോ ഒരു വസ്തു കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗിലാണ് ഈ രക്തം കളക്ട് ചെയ്യുന്നത്. അതിന് ശേഷം ഇതൊരു ബ്ലഡ് ബാങ്കിലേക്ക് പോകുന്നു. അവിടെ അത് ചെറിയൊരു ടെമ്പറേച്ചറിൽ, തണുത്ത ഒരു ടെമ്പറേച്ചറിലാണ് അത് കീപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് ആശുപത്രിയിലേക്കും പേഷ്യൻറ്റുകളിലേക്കും എത്തുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ബ്ലഡ് ബാങ്കിൽ ടെക്നിക്കലായ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് ഈ രക്തത്തിൻ്റെ ബാഗ് ഒരു സ്ഥലത്തു നിന്നും ഒരു വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിൽ ഒത്തിരി നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നൊക്കെയുണ്ട്. ഈ ഒരു രംഗത്താണ് ബാക്മോയുടെ പ്രവർത്തനം. കൃത്യമായ തണുപ്പിലാണോ ഇതിൻ്റെ ബാഗ് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനും ചീത്തയാകാനും ഇടയുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് കൃത്യമായ രീതിയിലാണോ ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം ശ്രദ്ധിക്കുന്നതാണ് ബാക്മോ. അപ്പോൾ കൃത്യസമയത്ത് രക്തം കിട്ടാതെ ധാരാളം മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയും ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും ഇതിൽ ഞാൻ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെന്നും ഒക്കെ എങ്ങനെയാണ് ഈ ബാക്മോ എന്ന ഈ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിയത്? ബാഗ്മോ എന്ന് പറഞ്ഞാൽ തന്നെ ബാഗ് മോണിറ്റർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. മെറ്റേണൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 2017 ബൈറാക്ക് എന്ന് പറഞ്ഞ അവരുടെ ഒരു വിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ BIG ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു 50 lakhs ഗ്രാൻഡ് എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് നമുക്ക് 2017 നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയാണ് നമ്മൾ ബാഗ്മോ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടെ സോൾവ് ചെയ്യാൻ പോയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്ത് ബ്ലഡ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ഇപ്പം പ്രസവത്തിൻ്റെ സമയത്ത് മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ 50% ഈ കറക്റ്റ് സമയത്ത് രക്തം കിട്ടാത്തതുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ബ്ലഡ് സെൻറ്ററിലും പിന്നെ സ്റ്റോറേജ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി ഉണ്ട്. അവിടെ നമ്മൾ ഈ ബ്ലഡ് ബാങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് സെൻറ്ററിൽ കൊടുക്കുന്ന ബ്ലഡ് എടുത്തു കൊണ്ടുപോയി അവിടെ സൂക്ഷിച്ച് ആ ഒരു റൂറൽ സ്ഥലത്തുള്ള ഒരു ഹോസ്പിറ്റലായിരിക്കും അവിടെ നിന്ന് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ റൂറൽ ഹോസ്പിറ്റലിൽ ആവശ്യത്തിനുള്ള ഗ്രൂപ്പ് അന്ന് അവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നോർമലി അവിടെ അന്ന് സർജറി നടക്കില്ല, പ്രസവം നടക്കില്ല. അവർ പറയും നിങ്ങൾ സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകണം. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ബാങ്ക് അല്ലെങ്കിൽ ബ്ലഡ് സെൻറ്ററിൽ നിന്നും സ്റ്റോറേജ് സെൻറ്ററിലേക്ക് കൊടുക്കുന്ന ബ്ലഡ് റിട്ടേൺ പോളിസി ഇല്ല. ഇത് ഏത് ടെമ്പറേച്ചറിലാണ് കൊണ്ടുപോയത്, ഏത് ടെമ്പറേച്ചറിലാണ് അവിടെ ബ്ലഡ് സ്റ്റോറേജ് സെൻറ്ററിൽ കീപ്പ് ചെയ്തത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു ക്ലാരിറ്റി, ഒരു സുതാര്യത ഇല്ല. അപ്പോൾ അത് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചത് ആദ്യം. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ സൊല്യൂഷൻ. നമ്മൾ ബ്ലഡ് ബാങ്കിലുള്ള അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ വരുന്ന ബ്ലഡിൻ്റെ അത് പോകുന്ന വഴിയിലും അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തും കറക്റ്റ് 2 to 6 ഡിഗ്രി ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ബാഗ്മോ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ബ്ലഡ് ബാങ്കിനെ ബ്ലഡ് സെൻറ്ററുകൾ എന്നാണല്ലേ വിളിക്കുന്നത്? അതെ അതെ. അപ്പോൾ അവിടെ നിന്നും രക്തം നമ്മൾ കുറച്ചുകൂടി ബ്ലഡ് ബാങ്ക് സൗകര്യം ഇല്ലാത്തൊരു ആശുപത്രിയിലേക്കോ അങ്ങനെ നമ്മൾ വേറൊരു ഇൻറ്റീരിയർ ആയിട്ടുള്ള കുറച്ച് ഗ്രാമപ്രദേശത്തൊക്കെയുള്ള ഒരു ആശുപത്രിയിലോ എത്തിക്കുന്ന സമയത്ത് രക്തത്തിന് യാതൊരു കുഴപ്പം വരുന്നില്ല. അവിടെ എത്തുമ്പോഴേ ഇത് കൃത്യമായ ടെമ്പറേച്ചറിൽ തന്നെയാണ്, രോഗിക്ക് ഇതുകൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഹാർഡ്വെയർ ഡിവൈസാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ബാഗ്മോ ഒരു മെഡിക്കൽ ഡിവൈസാണ്.
അപ്പോൾ മെഡിക്കൽ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് കുറച്ച് ഗൈഡ് ലൈനൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. കുറച്ച് ലൈസൻസുകൾ ആവശ്യമായ ഒരു ഡിവൈസാണ്. അപ്പോൾ ഈ രക്തം കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഒരു തണുപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ബോക്സിലായിരിക്കും, ഐസ് ബോക്സ് പോലെയുള്ള ഒരു ബോക്സിലാണ് കൊണ്ടുപോവുക. അതുപോലെ സൂക്ഷിക്കുന്നത് ഒരു റെഫ്രിജറേറ്ററിലായിരിക്കും, ഒരു പ്രത്യേക റെഫ്രിജറേറ്ററായിരിക്കും. അതിൻ്റെ മുകളിലൊരു നോർമലി ഒരു ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ടാവും, ഒരു ടെമ്പറേച്ചർ ലോഗ് ചെയ്യുന്നൊരു ഗ്രാഫ് ഉണ്ടാവും. ഇതാണൊരു ടിപ്പിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഇതിൽ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവിടെ ഒരാൾ ആ സമയത്തുണ്ടെങ്കിൽ അതിൽ നിന്നൊരു സൗണ്ട് ഉണ്ടാക്കും. അത് കേട്ടിട്ട് ആൾക്ക് അത് പരിശോധിക്കാം, ഇത് ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ കുറഞ്ഞില്ലെന്നത്. ഇപ്പോൾ രാത്രി അല്ലെങ്കിൽ ആ ബ്ലഡ് ബാങ്കിൽ ആളില്ലാത്ത സമയത്തൊന്നും അവിടെ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ആർക്കും കിട്ടില്ല. അത് അതിലുള്ള ബാഗുകൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ, അതായത് ടെമ്പറേച്ചർ കൂടിയിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ രാവിലെ ആയിരിക്കും അറിയുക ഇങ്ങനെ ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത്രയെല്ലാം നമ്മൾ കളയേണ്ടി വരും. ബാഗ്മോ ഡിവൈസ് നമ്മൾ ഈ റെഫ്രിജറേറ്ററിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ബാഗ്മോ ഡിവൈസിൽ ഒരു ടെമ്പറേച്ചർ ലോഗിങ് സിസ്റ്റം ഉണ്ട്. അതായത് ആ റെഫ്രിജറേറ്ററിൽ ഏത് ടെമ്പറേച്ചറിലാണ് പോകുന്നതെന്നുള്ളത് എപ്പോഴും ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു IoT ഡിവൈസാണ്, ഒരു വയർലെസ് കണക്ടിവിറ്റി ഉണ്ട്. ഈ ഡിവൈസ് അത് ക്ലൗഡിലേക്ക് ഡാറ്റ ഈച്ച് ടൈം അയച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ടെമ്പറേച്ചർ എന്നാണ്. എപ്പോഴെങ്കിലും ഇതിലുള്ള ബാഗിൻ്റെ മുകളിലെല്ലാം നമ്മൾ RFID ചിപ്പ് അല്ലെങ്കിൽ RFID സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഏതെങ്കിലും ടൈമിൽ 2 to 6 ഡിഗ്രീൻ്റെ താഴെയോ മുകളിലോ പോവുകയാണെങ്കിൽ 30 മിനിറ്റാണ് നമ്മൾ പറയുന്ന സമയം. 30 മിനിറ്റിനുള്ളിൽ ഇത് തിരിച്ചു വരണം. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ അപ്പോൾ തന്നെ അലേർട്ടായിട്ട് അതോറിറ്റിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ആക്ഷൻ എടുക്കാൻ പറ്റും. അവിടെ ആളില്ലെങ്കിൽ റിമോട്ടായിട്ടുള്ള മൊബൈലിൽ SMS ആയിട്ടും ഇമെയിലായിട്ടൊക്കെയാണ് നമ്മൾ ഈ അലേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാഗുകൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഏത് ടെമ്പറേച്ചർ ഈ ടെമ്പറേച്ചർ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടോ, അവിടെ എത്തുന്ന ആളുകൾക്ക് അവിടെ സ്വീകരിക്കുന്ന, അതായത് ബ്ലഡ് സ്റ്റോറേജ് സെൻറ്ററിൽ സ്വീകരിക്കുന്ന സ്റ്റാഫിന് അതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സ്റ്റോറേജ് സെൻറ്റർ അവിടെ ഏത് ടെമ്പറേച്ചറിലാണ് ഈ ബ്ലഡ് സൂക്ഷിക്കുന്നതെന്നുള്ളത് ബ്ലഡ് ബാങ്കിലുള്ള മെഡിക്കൽ ഓഫീസർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ആവശ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ട്രാൻസ്പെറൻസി ത്രൂ ഔട്ട് ദ സിസ്റ്റം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എപ്പോഴും ഇത് മോണിറ്റർ ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്നും ഇതെല്ലാം മെഷീൻസ് തന്നെ അല്ലെങ്കിൽ സെൻസറുകളും അതിൻ്റെ ഇലക്ട്രോണിക്സ് പരമായ അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും കൊണ്ട് ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ ഓട്ടോമാറ്റിക്കായി നടത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് പലപ്പോഴും അറിയാം, നമ്മളൊരു ആശുപത്രിയിലേക്ക് അഡ്മിറ്റായി രക്തത്തിൻ്റെ ഒരു ആവശ്യം വന്നാൽ ചിലപ്പോൾ ആശുപത്രിയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ആ ബ്ലഡ് അങ്ങ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് തന്നെ ആശുപത്രി അധികൃതർ പറയും, നിങ്ങളിത് എങ്ങനെയെങ്കിലും തിരിച്ച് ബ്ലഡ് ബാങ്കിൽ എത്തിക്കണം, വേറെ ഒരു ഗ്രൂപ്പായാലും കുഴപ്പമില്ല, ആരുടെയെങ്കിലും എത്തിക്കണം. അതിന് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പരിചയക്കാരെ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കുകയൊക്കെയാണ്, ആരെങ്കിലും വന്നത് ഡൊണേറ്റ് ചെയ്യാമോ എന്നൊക്കെ. പക്ഷേ അതിനും ബാഗ്മോ ഒരു സൊല്യൂഷൻ പോലെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു ഒന്നും കൂടെ വിശദമാക്കാമോ? ബാഗ്മോ പറയുന്നതെന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്കിങ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റിലൊരു സെൻട്രലൈസ്ഡ് ബ്ലഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊണ്ടുവരും. അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോണർ രജിസ്ട്രി കീപ്പ് ചെയ്യാം, എല്ലാ ബാങ്കുകളും കണക്റ്റഡ് ആയിരിക്കും, ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഇപ്പോൾ അത് നടക്കുന്നില്ല. പേപ്പർ ബേസ്ഡ് സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലെ ബ്ലഡ് ബാങ്കുകളിലുള്ളത്. അവരുടെ ഡാറ്റ അവരുടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും, അതുപോലെ തന്നെ അവരുടെ രജിസ്റ്ററുകൾ പേപ്പറിൽ എഴുതിയിട്ട് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബ്ലഡ് ആവശ്യം വരുമ്പോൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ചിലപ്പം ആ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം, പക്ഷേ ആ ഇൻഫർമേഷൻ അവിടെയുള്ള ബ്ലഡ് ബാങ്കിനോ അവിടെയുള്ള ഈ പറഞ്ഞ ബൈസ്റ്റാൻഡർക്കോ ഒന്നും അറിയാനുള്ള സംവിധാനമില്ല. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ കേരള ഗവൺമെൻറ്റിന് വേണ്ടി ബാഗ്മോ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ട്രേസബിലിറ്റി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മൾ കേരളത്തിലുള്ള എല്ലാ ബ്ലഡ് ബാങ്കുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് ബ്ലഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണത്. അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ബ്ലഡ് സെൻറ്ററുകളും സ്റ്റോറേജ് സെൻറ്ററുകളും ഒരൊറ്റ നെറ്റ്വർക്കിൻ്റെ അണ്ടറിൽ വരികയാണ്. അപ്പോൾ ഒരു സെൻറ്ററിലുള്ള എത്ര ഗ്രൂപ്പ്, ഇപ്പോൾ O പോസിറ്റീവ് തിരുവനന്തപുരം ഈ പെർട്ടിക്കുലർ ബ്ലഡ് സെൻറ്ററിൽ എത്രയുണ്ട് എന്നുള്ളത്
പബ്ലിക്കിന് അവൈലബിൾ ആക്കാനുള്ള ഒരു സിറ്റിസൺ പോർട്ടലും ഇതിൻ്റെ അനുബന്ധമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതൊരാൾക്കും അറിയാം ഈ ഗ്രൂപ്പ് ഏതെങ്കിലും ബ്ലഡ് സെൻ്ററിൽ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ നേരിട്ട് അറിയാൻ പറ്റും. നമ്മൾ ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. മറ്റേതിനൊരു ഇതുണ്ടല്ലോ, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ AB നെഗറ്റീവ് എവിടെ ഉള്ളതെന്ന് ഒരു വെബ്സൈറ്റിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമെന്നേ ഉള്ളൂ. അതെ, ജീവധാര എന്നാണ് ആ വെബ്സൈറ്റിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ജീവധാരയിൽ കയറിയിട്ട് ഇപ്പോൾ ഒരു വോളണ്ടറി ആയിട്ട് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ കാണാം എവിടെയെങ്കിലും ബ്ലഡ് ക്യാമ്പുകൾ നടക്കുന്നുണ്ടോ, ഡൊണേഷൻ ക്യാമ്പുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം കാണാം. ഏതെങ്കിലും ബ്ലഡ് ബാങ്കുകൾ ഏതെങ്കിലും ഗ്രൂപ്പ് ബ്ലഡ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് കാണാം. ഇനി ബ്ലഡ് ആവശ്യമുള്ളവർക്ക് അതിൽ നമുക്ക് ഓരോ ഗ്രൂപ്പും ഓരോ സെൻറ്ററിലും എത്ര ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കാണാം. അത് മറ്റുള്ള ബ്ലഡ് സെൻറ്റേഴ്സിനും ആക്സസിബിൾ ആണ്. അവർക്ക് നോക്കാം ഈ ബ്ലഡ് സെൻറ്ററിൽ ഈ ഗ്രൂപ്പ് ഉണ്ട്, അപ്പം അവിടെ നിന്നും റിക്വസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡോണേഴ്സിന് നമ്മൾ അലേർട്ട് കൊടുക്കുകയാണ്, ഇപ്പോൾ ഇവിടെ ഇന്ന ഗ്രൂപ്പ് ആവശ്യമുണ്ട്, പോസിറ്റീവ് ആവശ്യമുണ്ട്. അപ്പോൾ ആ റിക്വസ്റ്റ് ഇപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന ഈ വാട്സപ്പിലൊക്കെ ചെയ്യുമ്പം ഡോണറിൻ്റെ ഫോൺ നമ്പർ ഷെയർ ചെയ്യുകയും അതൊരു പ്രൈവസി പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ ഡോണർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇൻഫർമേഷൻ അതിലറിയിക്കാം. ബ്ലഡ് സെൻറ്ററിൽ നിന്നും ആ ബ്ലഡ് സെൻറ്ററിലുള്ള സ്റ്റാഫായിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നേരിട്ട് ബൈസ്റ്റാൻഡേഴ്സായിട്ടോ രോഗിയായിട്ടോ ഒരു കണക്ഷനും ഇല്ലാതെ തന്നെ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് പോവുക. കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിരിക്കും. ബ്ലഡ് എപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ, ബ്ലഡ് ഒരു മെഡിസിൻ പോലെ അവൈലബിൾ ആവേണ്ട ഒരു വസ്തുവാണ്. അങ്ങനെയാണ് നിയമം. ഇപ്പോൾ അനസ് പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, തുടർന്ന് ജോലി ചെയ്ത് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന NSS കോളേജിൽ നിന്ന് അവിടെ നിന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ സെക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് ടെക് സെക്ടർ എന്നൊക്കെ വിളിക്കാവുന്നൊരു മേഖലയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ രക്തത്തിൻ്റെ ലോകത്തേക്ക് എത്തിച്ചേർന്നത്? ആദ്യം പറയുമ്പോൾ നമ്മൾ ഹാർഡ്വെയർ എന്നുള്ള ഒരു മേഖലയിലേക്ക് വരണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. രക്തത്തിൻ്റെ മേഖലയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലേണ്ടി വന്നതാണ് ആക്ച്വലി. ആദ്യം നമ്മൾ ടെമ്പറേച്ചർ മോണിറ്ററിങ് സൊല്യൂഷൻ, ഒരു ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ ബാഗ്മോ ഡിവൈസ് ആദ്യം ഡെവലപ്പ് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈറാക്കിൻ്റെ ഫണ്ട് കിട്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ CMC വെല്ലൂരിൽ ഒരു പൈലറ്റിന് വേണ്ടിയിട്ട് ഒരു ഡിവൈസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതവിടെ വാലിഡേറ്റ് ചെയ്തു. അതവിടെ ആക്ച്വലി റണ്ണിങ് ആയത്, ടെമ്പറേച്ചർ മോണിറ്ററിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പിന്നീട് മനസ്സിലായത് ഇത് നമുക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ബ്ലഡ് ബാങ്ക് നേരിടുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ബാങ്കിൽ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ട്. അത് സോൾവ് ചെയ്താൽ മാത്രമേ, അതും കൂടി സോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ബ്ലഡ് ബാങ്കിങ് എന്നുള്ള അതിനുള്ളിലുള്ള പ്രോസസ്സിലേക്ക് കടന്നു ചെല്ലുന്നതും അവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതും. കേവലം ടെമ്പറേച്ചർ മോണിറ്റർ മാത്രം ചെയ്താൽ പോരാ, ഇതുപോലുള്ള രജിസ്റ്ററുകൾ അങ്ങനെ കുറേ വർക്കുകളും കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. കേവലം ടെമ്പറേച്ചർ മാത്രമാണെങ്കിൽ അതൊരു ഗുഡ് ടു ഹാവ് സിസ്റ്റം മാത്രമാണ്, ഒരു മസ്റ്റ് ഹാവ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ഒത്തിരി ബ്ലഡ് സെൻ്ററുകളൊക്കെ വിസിറ്റ് ചെയ്തു ഇതിനായിട്ട്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളെന്നൊക്കെ പഠിക്കണമല്ലോ. അതെ, ഞങ്ങൾക്ക് ഏകദേശം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ പോയി താമസിച്ച് അവിടുത്തെ വർക്ക് ഫ്ലോ കണ്ടിട്ടാണ് ആക്ച്വലി പഠിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഇതുണ്ടാവില്ലല്ലോ, ഈ ബ്ലഡ് ബാങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളെ കോഫൗണ്ടേഴ്സ് നോക്കുകയാണെങ്കിൽ അഷ്ഫാഖ് ഉണ്ട്. അഷ്ഫാഖിന് ക്ലിനിക്കൽ എഞ്ചിനീയറിംഗിൽ IIT മദ്രാസിൽ നിന്നും MTech ഉള്ള ഒരാളാണ് അഷ്ഫാഖ്. അദ്ദേഹമാണ് ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO. അതെ. അപ്പോൾ അഷ്ഫാഖിന് ഇതിൽ കുറച്ചും കൂടി ഗ്രാഹ്യം ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ പ്രോബ്ലംസ് എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഞങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വന്ന് അങ്ങനെ പിന്നെ ബ്ലഡ് ബാങ്ക് ആയിട്ടുള്ള ഓരോ തവണ നമ്മൾ ഈ പ്രൊഡക്റ്റ് കാണിക്കുമ്പോഴും ഡോക്ടർമാരായിട്ടും അതുപോലെ ബ്ലഡ് ബാങ്കിലുള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഇമ്പ്രൂവ് ആയി വന്ന ഒരു പ്രൊഡക്റ്റാണ് ബാഗ്മോ എന്ന് പറയുന്നത്. ശരി. അപ്പോൾ ശരിക്കുമുള്ള, അതായത് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രശ്നത്തെയാണ് ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ യാത്രയിലുടനീളം ധാരാളം സ്റ്റാർട്ടപ്പ് ഫണ്ടുകൾ അല്ലെങ്കിൽ അവരുടെ ഇൻക്യുബേഷൻ സെൻ്ററുകൾ, ഇവരുടെയൊക്കെ സഹായമുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, ഇവിടെ ഒരു സംരംഭകനാകാൻ നമുക്കൊരാശയമുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്
സപ്പോർട്ട് ഇത്ര അധികം ഉണ്ടെന്ന് പലപ്പോഴും നമുക്കറിയില്ല. നമ്മളിപ്പോഴും പലപ്പോഴും പറയുക ഇവിടെ ഒന്നുമില്ല, നമ്മൾ വിദേശത്ത് പോകണം, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇപ്പോൾ ബാക്ക്മോയുടെ തന്നെ ആദ്യത്തെ ഒരു ഫണ്ടിങ് വരുന്നത് ബൈറാക്കിൻ്റെ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാമ്പയിൻ വഴിയാണ്. ബൈറാക്ക് എന്ന് പറയുന്നത് ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ബയോടെക്നോളജിയിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി സഹായം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിലേക്ക് ഇറങ്ങി വരുമ്പോഴായിരിക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുക? മാത്രമല്ല എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയാൻ കഴിയാത്തത്? അവരെങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അറിയേണ്ടത് എങ്ങനെയാണ്? ഏത് രീതിയിൽ അവർക്ക് അറിയാൻ പറ്റും? ഒന്ന്, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ അവിടെ പല പരിപാടികളുണ്ടാവും. ഇപ്പോൾ നെറ്റ്വർക്കിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും, അതർ സ്റ്റാർട്ടപ്പ് ഫണ്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ട്. പിന്നെ ഒരു ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ ഭാഗമായി നിൽക്കുമ്പം അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ബാഗ്മോയുടെ ഒരു കാര്യം എടുക്കുമ്പോൾ ബൈറാക്കിൻ്റെ BIG ഗ്രാൻഡിലാണ് പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ബൈറാക്കിൻ്റെ തന്നെ സ്പിരി എന്ന് പറഞ്ഞ ഗ്രാൻഡ് വഴിയാണ് നമ്മൾ പൈലറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗവൺമെൻറ് സപ്പോർട്ടിൽ തന്നെയാണ് നമ്മൾ ഏകദേശം 1 കോടിയോളം ഗ്രാൻഡ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഏതൊക്കെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് വരുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ധാരാളം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതിലെല്ലാം പങ്കെടുക്കുമ്പോൾ നമുക്ക് അതർ ഫൗണ്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഗ്രാൻറ്റുകളുണ്ട്. ഇപ്പോൾ ഹെൽത്ത് സെക്ടറിന് വേണ്ടി വരുന്നതുണ്ട്, അഗ്രികൾച്ചറൽ സെക്ടറിന് വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനികൾക്കും ഡീപ് ടെക് ആയിട്ട് വരുന്ന അതർ സെക്ടറിനൊക്കെ ഗ്രാൻറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഒരു ആശയമുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിലേക്ക് എത്താൻ പറ്റും? ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് എങ്ങനെ എനിക്ക് കടക്കാൻ കഴിയും? ഒരു ആശയമായിട്ട് ഇരിക്കുകയാണ്, വേറെ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും ഒരു ആശയവും മാത്രം. നല്ലതാണോ മെച്ചമുണ്ടോ എന്നൊക്കെ സംശയമാണ്. കൂടുതലും നമുക്ക് സ്വയം സംശയമായിരിക്കുമല്ലോ, നമ്മളെക്കാളും നല്ല ആശയങ്ങളുള്ളവരുണ്ടാവുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരാൾ എന്താ ചെയ്യേണ്ടത്? ആദ്യപടി എന്താണ്? കേരളത്തിൽ ഇപ്പോഴാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്. അവിടേക്ക് ഡയറക്റ്റ്ലി കയറി ചെന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യം ചർച്ച ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ തന്നെയുള്ള മേക്കർ വില്ലേജ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയിലാണ്. മേക്കർ വില്ലേജ് ഇപ്പോൾ ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവർ പോകേണ്ട കറക്റ്റ് സ്ഥലം മേക്കർ വില്ലേജാണ്. മേക്കർ വില്ലേജിൽ ഇപ്പോൾ ഒരു ഹാർഡ്വെയർ ഐഡിയ ആയിട്ട് വരുന്ന ആൾക്ക് ആ ഒരു പ്രൊഡക്റ്റാക്കി അവിടെ നിന്നും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ബേസിക്കായിട്ട് വേണ്ടത് ഒരു PCB ഡിസൈനിങ്, PCB അസംബ്ലിങ്, ഇതിനു വേണ്ടിയുള്ള ഫെസിലിറ്റീസാണ്. അതുപോലെ തന്നെ CNC മെഷീനിങ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മേക്കർ വില്ലേജ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പലർക്കും അറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചിലവിലാണ് നമുക്ക് കിട്ടുന്നത്. നോർമലി നമ്മൾ പുറത്തൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ഈ സർവീസുകൾ കിട്ടാൻ തന്നെ നമുക്ക് വളരെയധികം എമൗണ്ട് ചിലവാക്കേണ്ടി വരും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണം വളരെ കുറവായിരിക്കും. ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിലൊക്കെ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ബാഗ്മോ എന്ന കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ്. ഇവർ ചെയ്യുന്നത് ദാതാവിൽ നിന്നും രോഗിയിലേക്ക് അല്ലെങ്കിൽ സ്വീകർത്താവിലേക്ക് രക്തം എത്തുമ്പോൾ അതിൻ്റെ ഓരോ പോയിന്റിൽ സംഭവിക്കുന്നതെല്ലാം ഡിജിറ്റൈസ് ചെയ്യുന്ന, അതിൻ്റെ ബ്ലഡ് ബാങ്കിലെ രക്തത്തിൻ്റെ ബാഗിലെ താപനില തൊട്ട് അത് കൃത്യമായിട്ട് ആരോഗ്യപരമായ രീതിയിലാണോ പേഷ്യൻറ്റിലേക്ക് എത്തുന്നത് എന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി കമ്പ്യൂട്ടർ ഡിവൈസുകൾ ഉപയോഗിച്ച് മോണിറ്റർ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും ഉള്ള മുന്നേറ്റങ്ങൾ യുവാണിയിലൂടെ വീണ്ടും പരിചയപ്പെടുത്താനായി എത്താം. അനസിന് ഒത്തിരി നന്ദി സംസാരിച്ചതിന്. നന്ദി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്തബാങ്കുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്ന ബാഗ്മോ സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകൻ അനസ് ഡിയുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്. യുവവാണി സമാപിക്കുന്നു.